2011 സെൻസസ് പ്രകാരം പട്ടികജാതി വിഭാഗത്തിന്റെ ജനസംഖ്യ 30,39,573, പട്ടികവർഗത്തിൽ 4,84,839 ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വെറും 5,000 അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന ഒരു പട്ടികജാതി സമുദായ നേതാവിനെയാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വക്താവായി കണക്കാക്കുന്നത്. സമാനമായ സ്ഥിതി തന്നെയാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പ്രബലമായ ഒരു സമുദായത്തിന്റെ നേതാവിനെയാണ് കേരളത്തിലെ ജനസംഖ്യയുടെ 45% വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ വക്താവായും കണക്കാക്കുന്നത്. ഈ സർക്കാർ കേരളത്തിലെ നവോത്ഥാന നായരുടെ പേരിൽ സ്മാരക പഠന ഗവേഷണ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ച നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ ഈ പിന്നോക്ക സംഘടന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായങ്ങളുടെ സംഘടന കൂട്ടായ്മയിൽ 17ഓളം സംഘടനകൾ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും സംവിധാനമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡുകൾ അംഗീകാരം നൽകുന്ന മുന്നണികൾക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയാൻ തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരാലംബരായിട്ടുള്ള സംഘടനകളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് വേടർ സമുദായത്തിന്റെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഒന്ന് ഞാൻ എൽ രമേശനാണ്. ഞാൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. KPMSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പിന്നെ സുഭാഷ് ബോസ് ആറ്റുകാൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം അസുഖം കാരണം എത്താൻ പറ്റില്ല. അദ്ദേഹം KMSSന്റെ സംസ്ഥാന ചെയർമാനാണ്. ഈ DR വിനോദ് അദ്ദേഹമാണ് ഈ സംഘടനയുടെ ഖജാൻജി. അദ്ദേഹം KSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ സുരേഷ് കുന്നത്ത് സംഘടനയുടെ സെക്രട്ടറിയാണ്. കേരള വിളക്കത്തില നായർ സഭ ജനറൽ സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് സതീഷ് കുമാർ അദ്ദേഹം സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. AKCS ജനറൽ സെക്രട്ടറിയാണ്. TP കുഞ്ഞുമോൻ സംഘടനയുടെ സെക്രട്ടറിയാണ്. കേരള വീരശൈവ മഹാസഭ പ്രസിഡന്റാണ്. മുരുകേശൻ പിള്ള സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. ഉദയംകുളങ്ങര ചെട്ടി സമുദായം സംഘം ജനറൽ സെക്രട്ടറിയാണ്. പാളയം ജോസ് സംഘടനയുടെ സെക്രട്ടറി. കേരള നാടാർ മഹാജന സംഘം സെക്രട്ടറിയാണ്. സാബു ആറ്റുകാൽ സംഘടന വൈസ് പ്രസിഡന്റാണ്. തണ്ടാർ സർവീസ് സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയാണ്. B ശശിധരൻ പിള്ള ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. KCMS സംസ്ഥാന പ്രസിഡന്റാണ്. പട്ടംതുരുത്ത് ബാബു ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. കേരള വേടാർ സമാജം പ്രസിഡന്റാണ്. ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം പട്ടംതുരുത്ത് ബാബു അദ്ദേഹം കൊല്ലത്തുള്ളയാണ്. ഈ വേടാർ സമാജം എന്ന് പറഞ്ഞാൽ അത്രയും അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു കാസ്റ്റാണ്. പക്ഷെ അവർക്ക് ഒരു പരിഗണനയും ഇതുവരെ ഒരു മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എല്ലാം വായിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. അപ്പൊ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഡിമാൻഡുകളോട് ഒരുപാട് ബുദ്ധിമുട്ടായി. തെങ്ങ് കയറ്റ തൊഴിലാളി നമുക്ക് തണ്ടാർ സമുദായം ഇവിടെ എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമനിധി കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ഇല്ല. മരത്തിൽ നിന്ന് വീണ് ഒടിഞ്ഞ് കിടന്നാൽ ആ കിടപ്പിന് വലിയ സാമ്പത്തിക സഹായം ഒരു നിമിഷം. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലക്ഷക്കണക്കിനാണ് കൊടുക്കുന്നത്. 15 ലക്ഷം 10 ലക്ഷം. ഈ പാവപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് 5 പൈസയുടെ ആനുകൂല്യമില്ല. അപ്പൊ അങ്ങനെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന സംഘടനയുടെ നേതാക്കന്മാരാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം വിശദീകരിച്ച് വായിക്കേണ്ടെന്ന് പറഞ്ഞാണ് വായിക്കാത്തത്. അതുകൊണ്ട് ഈ സംഘടനയുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇത്രയും അതിപിന്നോക്കക്കാരായിട്ടുള്ള ആളുകളും പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ നിന്ന് വലിയ നിരാലംബരായിട്ടുള്ള ആളുകളും ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഈ സംഘടനയാണ്. ഇതിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമ ശ്രദ്ധ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു പരിഗണന നൽകി ഒരു നല്ല വാർത്ത കൊടുക്കണം. അതുപോലെ ഈ വിഭാഗത്തിനെ സംരക്ഷിക്കുന്നവർക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണ എന്നുള്ള കാര്യം ഞങ്ങൾ ഇതിന്റെ മാനിഫെസ്റ്റോകൾ വന്നതിന് ശേഷം പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ അതിനൊരു തീരുമാനം എടുക്കുന്നതാണ്.
ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് യാതൊരു കാരണവശാലും അത് നടപ്പാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന 4 വിഭാഗങ്ങളോട് ഉണ്ടെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. 4 പ്രബല വിഭാഗങ്ങൾ. അത് മുസ്ലിം സംഘടനകളും ഈഴവ സമുദായവും പറയുന്നുണ്ടെങ്കിൽ പോലും ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആത്മാർത്ഥതയില്ല എന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. കാരണം ശരിയായിട്ടുള്ള ജാതി സെൻസസ് നടപ്പാക്കിയാൽ അല്ലെ കണക്കെടുത്താൽ ഈ പറയുന്ന സംഘടിത വിഭാഗങ്ങൾ 4 വിഭാഗം, നായരും ഈഴവരും ക്രിസ്ത്യാനിയും മുസ്ലിമും, ഇത്രയും ജനങ്ങൾ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവരെ കൈവശം വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളും സാമൂഹ്യ വിഭവങ്ങളും ഒക്കെ ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ള സമുദായങ്ങൾക്കും കൂടി വിട്ടുതരേണ്ടി വരുന്ന ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തന്നെ കാരണമാകുമെന്ന് സർക്കാരിനും ഭയം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ജാതി സെൻസസ് നടപ്പിലാക്കിയ ജാതി സെൻസസിന്റെ കണക്ക് പുറത്തു വിടുന്നില്ല. ഇനി ഒരു ജാതി സെൻസസ് നടപ്പാക്കിയാൽ പോലും അതിന്റെ കണക്ക് പുറത്തു വിടുമോ? കണക്ക് പുറത്ത് വിട്ടാൽ ശാസ്ത്രീയമായിട്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഈ ജാതി സെൻസസ് നടപ്പാക്കിയിട്ട് ഈ സംവരണം മേഖല മുഴുവൻ പൊളിച്ചെഴുതണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഉള്ളത്. പിന്നോക്ക സമുദായങ്ങൾക്ക് 40% സംവരണമാണ് കേരളത്തിലുള്ളത്. പട്ടികജാതിയെ സംബന്ധിച്ച് സാർ പറഞ്ഞു കഴിഞ്ഞു. 8% പട്ടികജാതിക്കും 2% പട്ടികവർഗത്തിനും പോയിട്ട് പിന്നെ 40% ആണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നത്. ആ 40%-ല് 14% ഈഴവയും 12% മുസ്ലിമും 26% 2 വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കും. പിന്നെ വിശ്വകർമ്മ, ധീവര അങ്ങനെയുള്ള സമുദായങ്ങൾ കൊടുത്ത് അവസാനം ഈ പറഞ്ഞ ഞങ്ങളെ പോലുള്ള ഗ്രൂപ്പ് 8 റെസിഡ്യൂറി എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടമെന്നും പറഞ്ഞൊരു വിഭാഗം ഉണ്ടെങ്കിൽ 100ഓളം പിന്നോക്ക സമുദായങ്ങളാണ് അതിനകത്ത്. ആ പിന്നോക്ക സമുദായങ്ങളുടെ എല്ലാം കൂടെ ജനസംഖ്യ എടുത്താൽ ഈ വീരശൈവരും വിശ്വകർമ്മരും വണിക വൈശ്യരും അതിന്റെ പ്രതിനിധികളും വിളക്കിത്തരനായാലും എല്ലാവരും വിട്ടിട്ടുണ്ട്. അതിന്റെ ജനസംഖ്യ എടുത്താൽ ഇവിടുത്തെ ഈഴവ സമുദായത്തിന് അത്രയും കാണും. എന്നിട്ട് തരുന്നത് എത്രയാണ്? 100ഓളം സമുദായങ്ങൾ കൂടെ തരുന്നത് 3% സംവരണം. ഇതൊക്കെ ആരോട് പറയാനാണ്? ഞങ്ങൾ ചെന്ന് രാഷ്ട്രീയ നേതാക്കളോട് പറയുമ്പോൾ പറയും, അടച്ചിട്ട മുറിയിൽ നിന്ന് പറയും, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഇവിടെ സംവരണത്തെ തൊട്ടാൽ ഇവിടെ പൊള്ളും, കത്തും, പൊട്ടും എന്നൊക്കെയാണ്. ചുരുക്കത്തിൽ ഈ സാമൂഹിക അസന്തുലിതാവസ്ഥ ഇങ്ങനെ തന്നെ അങ്ങ് നിലനിന്ന് പോകും. നിങ്ങളും കൂടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്ക് എടുക്കുകയും ഫ്രണ്ട് പേജിലൊക്കെ ഈ അനീതി തുറന്നു കാണിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാലേ ഞങ്ങൾക്കും കൂടി രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് സംവരണത്തിന്റെ സ്ഥിതി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം ഇപ്പോഴത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ജാതി തിരിച്ചുള്ള പട്ടിക ഒന്ന് പരിശോധിച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞത് അക്ഷരാർത്ഥം ഈ ഇരിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ഒരു ഒറ്റ സമുദായത്തിന്റെയും പ്രതിനിധികൾ ഇന്ന് വരെ നിയമസഭ കണ്ടിട്ടില്ല. ഞങ്ങളെ പോലുള്ളവരുടെ സന്തുലിതാവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും വലിയ ഒരു ആകാംക്ഷ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്താണ് സംഭവം എന്ന് അറിയാം. ബഹുമാനപ്പെട്ട ഇവിടെയിരിക്കുന്ന മാധ്യമപ്രവർത്തകര് എത്ര കാര്യമായിട്ട് ഈ അനീതി എഴുതിക്കൊണ്ട് നിങ്ങളുടെ മാധ്യമ സ്ഥാനത്തിൽ എത്തിച്ചാലും അതിന്റെ മേലധികാരികൾ ഈ പറയുന്ന 4 വിഭാഗങ്ങളിൽ പെട്ടവരായതുകൊണ്ട് അത് വെട്ടിക്കളയുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. ക്ഷമിക്കണം. നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് എഴുതിക്കൊണ്ട് പോയാലും ചാനലിന്റെ പത്രമേധാവികൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അത് അവസാനത്തെ പേജിലെ ഒരു കോളം ന്യൂസായി മാറും എന്ന് ഞങ്ങൾക്കറിയാം. സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു.